ഈ ആഗസ്റ്റ് 10 വ്യാഴാഴ്ച നമുക്ക് കടന്നു വന്ന് ദൈവത്തെ സ്തുതിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം പിന്നെയും നമുക്ക് ആയുസ്സും ആരോഗ്യം തന്നല്ലോ. രാത്രികാലയിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് ആയുസ്തോത്രം. എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇപ്പോൾ നമ്മളൊരു പാട്ട് കേൾക്കാൻ പോവുകയാണ്. പാട്ട് പാടുന്നതിനായിട്ട് സിസ്റ്റർ ബിൻസി ജയനെ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ലൈനിലേക്ക് ക്ഷണിക്കും. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധനാം താതനേ, കരുണയിൻ സാഗരമേ, കൃപയിൻ ഉറവിടമേ, ആശ്വാസദായകനേ. പരിശുദ്ധനാം താതനേ, കരുണയിൻ സാഗരമേ, കൃപയിൻ ഉറവിടമേ, ആശ്വാസദായകനേ. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ജീവിതയാത്രയതിൽ ഭാരങ്ങളേറിടുമ്പോ തളരാതെ ഓടിയിടുവാൻ തിരുകൃപ മതി എനിക്ക്. ജീവിതയാത്രയതിൽ ഭാരങ്ങളേറിടുമ്പോ തളരാതെ ഓടിയിടുവാൻ തിരുകൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ലോകത്തെ വെറുത്തിടുവാൻ, പാപത്തെ ജയിച്ചിടുവാൻ, ശത്രുവോട് എതിർത്തിടുവാൻ തിരുകൃപ മതി എനിക്ക്. ലോകത്തെ വെറുത്തിടുവാൻ, പാപത്തെ ജയിച്ചിടുവാൻ, ശത്രുവോട് എതിർത്തിടുവാൻ തിരുകൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. വിശുദ്ധിയെ തികച്ചിടുവാൻ, വിശ്വാസം കാത്തുകൊള്ളുവാൻ, എന്നോട്ടമോടിത്തികപ്പാൻ തിരുകൃപ മതി എനിക്ക്. വിശുദ്ധിയെ തികച്ചിടുവാൻ, വിശ്വാസം കാത്തുകൊള്ളുവാൻ, എന്നോട്ടമോടിത്തികപ്പാൻ തിരുകൃപ മതി എനിക്ക്.
മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. പരിശുദ്ധനാം താതനേ, കരുണയിൻ സാഗരമേ, കൃപയിൻ ഉറവിടമേ, ആശ്വാസദായകനേ. പരിശുദ്ധനാം താതനേ, കരുണയിൻ സാഗരമേ, കൃപയിൻ ഉറവിടമേ, ആശ്വാസദായകനേ. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പാട്ട് കേൾക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. താങ്ക് യു ബിൻസിയെയും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. മാതാപിതാക്കളെ വാർദ്ധക്യത്തിലായിരിക്കുന്നല്ലോ, കർത്താവ് പ്രിയപ്പെട്ടവരെ സഹായിക്കട്ടെ. കുഞ്ഞുങ്ങളെ അവരുടെ സ്കൂളുകളൊക്കെ തുറക്കുന്ന സമയങ്ങളാണല്ലോ, ദൈവം സഹായിക്കട്ടെ. നമ്മൾ പാട്ടിൽ കേട്ടതുപോലെ ഓരോ ദിവസവും നമുക്ക് ജീവിക്കാൻ ആവശ്യമായ ഒരു കാര്യമാണ് ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ഭാരങ്ങളുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ നടുവില് ദൈവകൃപയാണ് നമ്മളെ നിർത്തുന്നത്. ഹല്ലേലൂയ. ഓരോ ദിവസവും ആ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പിന്നെയും മുമ്പോട്ട് ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇനി നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കേൾക്കാനായിട്ട് പോവുകയാണല്ലോ. നമ്മളെല്ലാം വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സംസാരിക്കുവാനായിട്ട് പാസ്റ്റർ KJ ജോബിനെ വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും ലൈനിലേക്ക് വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്നു. പാസ്റ്റർ ലൈനിലുണ്ടോ? കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. ഓക്കെ. എന്റെ പേര് KJ ജോബ് എന്നാണ്. ഞാൻ വയനാട് ജില്ലയിൽ കൽപ്പറ്റ എന്ന സ്ഥലത്ത് താമസിച്ച് സുവിശേഷ പ്രവർത്തനം ചെയ്യുകയാണ്. കഴിഞ്ഞ 32 വർഷമായിട്ട് മലബാറിൽ പ്രവർത്തിക്കുന്നു. വൈഫ്, 2 മക്കൾ, അതാണ് എൻ്റെ കുടുംബ പശ്ചാത്തലം. ഞാൻ 1987 കത്തോലിക്ക സഭയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു. 90 മുതൽ കർത്താവിന്റെ വേല ചെയ്യുന്നു. മലബാറിലാണ് മുഴു സമയവും കർത്താവിന്റെ വേല ചെയ്യുവാൻ എനിക്ക് അവസരം ലഭിച്ചത്. ഇതാണ് എൻ്റെ പശ്ചാത്തലം. നമുക്ക് തിരുവചനത്തിലേക്ക് കടക്കാം. കർത്താവിന്റെ വചനവുമായിട്ട് ഒക്കൽഹോമ ഈ പ്രെയർ ലൈനിൽ കയറുവാൻ നമുക്ക് എല്ലാവർക്കും ദൈവം അവസരം തന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാം. ഒരു വർഷം ഉറുമ്പ് കടിച്ച് ഏതാണ്ട് 1000 പേര് ലോകത്തിൽ മരിക്കുന്നുണ്ട്. അതുപോലെ കൊതുക് കടിച്ച് 10,000 പേരോളം മരിക്കുന്നുണ്ട്. 1000 പേരോളം കടന്നൽ കുത്തി മരിക്കുന്നുണ്ട്. പക്ഷെ കർത്താവ് നമ്മെ അത്ഭുതകരമായി, അങ്ങനൊക്കെ ലോകത്തിലെമ്പാടും മരണങ്ങൾ സംഭവിക്കുമ്പോൾ ദൈവം നമ്മെ അത്ഭുതകരമായിട്ട് സൂക്ഷിക്കുന്നു. ഈ മരിച്ചവരോടൊക്കെ നമുക്ക് ദുഃഖമുണ്ട്. മരിച്ചവരുടെ കുടുംബങ്ങളോടൊക്കെ നമ്മൾ നമ്മുടെ ദുഃഖം രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ തന്നെ പ്രാർത്ഥനാ വിഷയത്തിൽ പറഞ്ഞതുപോലെ അഗ്നിബാധയാൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങളോട് നമ്മൾ അവരുടെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുന്നു. ആ ദുഃഖത്തോട് നമ്മൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു. സഹോദരങ്ങളെ, അങ്ങനെയുള്ള മരണങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ദൈവം നമ്മെ രക്ഷിച്ചതും കർത്താവ് നമ്മളെ സഹായിച്ചതും ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാനും കൂടെ ഉള്ളൊരു അവസരമായിട്ടാണ് നമുക്കങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഓരോ പ്രാർത്ഥനാ യോഗത്തിലും ദുഃഖിതരോടൊപ്പം നമ്മൾ ദുഃഖിക്കുന്നതോടൊപ്പം തന്നെ കർത്താവിന്റെ സന്നിധിയിൽ ദൈവം നൽകിയ സൂക്ഷിപ്പിനും പരിപാലനത്തിനുമായിട്ട് ദൈവത്തിന് മഹത്വം കരയറ്റുക. നമ്മളൊക്കെ എത്ര ദൂരങ്ങളിൽ വണ്ടി ഓടിച്ചു പോകുന്ന ആളുകളാണ്. വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള ആളുകളൊക്കെ ഒരുപാട് ദൂരം വണ്ടി ഓടിച്ചു പോകുന്നവരാണ്. പക്ഷെ കർത്താവ് തന്റെ ദൂതനെ അയച്ച് കൈ പിടിച്ച് തിരിച്ച് രക്ഷിച്ചതുപോലെ നമുക്ക് രക്ഷിച്ച അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ചില ആളുകൾ ചോദിക്കും, വാഹനാപകടത്തിൽ ഒത്തിരി പേര് മരിച്ചിട്ടില്ലേ, വിശ്വാസികളായവർ തന്നെ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടിട്ടില്ലേ, അപ്പൊ ദൈവം എവിടെ ആയിരുന്നു എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അതൊന്നും നമുക്ക് അതിന്റെ ഉത്തരം ആ നിലയിൽ കൊടുത്ത് അവരെ ഒന്നും തൃപ്തിപ്പെടുത്താൻ കഴിയല്ല. നമ്മുടെ ജോലി ശുശ്രൂഷ തീർന്നു,
എന്ന് വരികിൽ നമ്മെ ലോകത്തിൽ ഒരു ശക്തിക്കും ഈ ഭൂമിയിൽ പിടിച്ചു വെക്കാൻ കഴിയില്ല. നമ്മുടെ ശുശ്രൂഷ തീർന്നില്ലെങ്കിൽ നമ്മെ ഒരു ശക്തിക്കും ലോകത്തിൽ നിന്ന് കൊണ്ടുപോകുവാനും കഴിയുകയില്ല. അത് ദൈവത്തിന്റെ വ്യവസ്ഥാപിതമായ നിയമമാണ്. നമുക്ക് ചിലപ്പം രോഗങ്ങൾ സംഭവിക്കാം, അതുപോലെ ദുഃഖകരമായ വിപത്തുകൾ സംഭവിക്കാം. നമ്മുടെ ശുശ്രൂഷ തീർന്നിട്ടില്ലെങ്കിൽ നമ്മെ ഒരു ശക്തിക്കും കൊണ്ടുപോകാൻ കഴിയില്ല. അത് ഏലിയാവിന്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ഏലിയാവ് പറഞ്ഞു, കർത്താവേ മതി, എന്നെ അങ്ങ് എടുത്തോണേ എന്നൊക്കെ പറഞ്ഞ രംഗം നമുക്കറിയാം. അപ്പൊ ചിന്തിച്ചു നോക്കിയേ. അപ്പൊ കർത്താവ് പറഞ്ഞു, എന്നാ പിന്നെ നീ പോരെന്നല്ല പറഞ്ഞു. കർത്താവ് പറഞ്ഞു, മോനെ, നിനക്ക് 2-3 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്ന്, യേഹൂവിനെയും ഹസായേലിനെയും രാജാക്കന്മാരായിട്ട് അഭിഷേകം ചെയ്യണം. അതുപോലെ തന്നെ നിനക്ക് പകരം ഏലീശയെ പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യണം. അതുപോലെ നിനക്ക് വേണ്ടി അഗ്നിമയ രഥങ്ങൾ സ്വർഗത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന് നിന്നെ എടുത്തുകൊണ്ട് പോകാനാണ് എൻ്റെ പദ്ധതി. ആ പദ്ധതിയിലേക്ക് അത് ദൈവം പറഞ്ഞില്ല, പക്ഷെ അതാണ് സംഭവിച്ചത്. അങ്ങനെ യോർദാൻ അക്കരെ കടന്നു ഏലിയാവും എലീശായും കൂടെ ചുഴലിക്കാറ്റിൽ യഹോവ ഇറങ്ങി ഏലിയാവിനെ എടുത്തുകൊണ്ടുപോയി. അതിൻ്റെയൊക്കെ അർത്ഥം ഇത്രേ ഉള്ളൂ. എന്നെ അങ്ങ് എടുത്തോണേ എന്ന് പറഞ്ഞപ്പോൾ അന്നേരം എടുക്കാതെ കർത്താവ് കുറേ ശുശ്രൂഷ ബാക്കിയുണ്ടായിരുന്നു. അത് ചെറിയ കാര്യങ്ങളൊന്നുമല്ല. 2 രാജാക്കന്മാരെ അഭിഷേകം ചെയ്യണം. 2 രാജാക്കന്മാരെ അതുപോലെ തനിക്ക് ശേഷം ഏലീശയെ പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യണം. ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളല്ല, ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങളല്ല. അപ്പോൾ നമ്മെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവത്തിന് നമ്മുടെ ശുശ്രൂഷ തീരുന്നത് വരെ നമ്മൾ പോകാൻ ആഗ്രഹിക്കാതെ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ ശുശ്രൂഷ തീർന്നു കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും നമുക്ക് നിൽക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞ പോലെ കൊതുക് കടിച്ച് കടന്നൽ കുത്തിയൊക്കെ ഒത്തിരി പേര് മരിക്കുന്നു. ദൈവം നമ്മളെ സൂക്ഷിച്ച് പരിപാലിക്കുന്നു. ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഉള്ള എല്ലാവരും അവർ മനസ്സുകൊണ്ട് ദൈവത്തെ ഒന്ന് സ്തുതിച്ച്, കർത്താവ് നമ്മെ അത്ഭുതകരമായി പരിപാലിച്ച് സൂക്ഷിച്ച് കാക്കുന്നത് ഓർത്ത് നമുക്ക് ദൈവത്തിന് മഹത്വം കയറ്റാം. നിങ്ങളുടെയൊക്കെ മൈക്രോഫോണുകൾ മ്യൂട്ടായതുകൊണ്ട് നിങ്ങൾ സ്തുതിക്കുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നില്ലെങ്കിലും കർത്താവ് അതെല്ലാം കേൾക്കുന്നുണ്ട്. ഞാൻ വലിയ സൂം കോൺഫറൻസുകളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. സൂമിലായിരുന്നു. അപ്പോൾ ആളുകളെ കാണാൻ പറ്റുമായിരുന്നു. 10,000, 900, 1000 അതുപോലെ 700, 800 പേർ പങ്കെടുത്ത വലിയ കോൺഫറൻസുകൾ, ജോർജ് വെർവർ എന്ന മിഷണറിയെ കൊണ്ടൊക്കെ പങ്കെടുപ്പിച്ച വലിയ മീറ്റിങ്ങുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ ദൂരത്താണെങ്കിലും വ്യത്യസ്ത സ്ഥലങ്ങളിലാണെങ്കിലും നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും, ദൈവത്തെ ആരാധിക്കാൻ പറ്റും, ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റും. അതിപ്പോൾ നമ്മൾ ജോലിയിലായിരിക്കാം, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യായിരിക്കാം, ചിലപ്പോൾ വീട്ടിൽ സ്വസ്ഥമായിരിക്കായിരിക്കാം, പല രാജ്യങ്ങളിൽ പല സമയത്തായിരിക്കും ഇത് കേൾക്കുന്നത്. പക്ഷേ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കർത്താവ് അവസരം നൽകുന്നു. നമ്മുടെ ജോലി തീരാതെ ഈ ഭൂമിയിൽ നമ്മെ മാറ്റാൻ ഒരു ശക്തിക്ക് സാധ്യമല്ല. അതുകൊണ്ട് ദൈവത്തിന്റെ ഹിതം പോലെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന്റെ ഹിതം മാത്രം എന്നിൽ നടക്കണം. അതിനുവേണ്ടിയുള്ള ഒരു സമർപ്പണവും പ്രാർത്ഥനയും നമുക്ക് ഉണ്ടാകട്ടെ. നമ്മുടെ കണ്ണുനീരും നമ്മുടെ ദുഃഖവും എല്ലാം കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. കർത്താവ് നമ്മുടെ കണ്ണുനീര് തുടയ്ക്കാനും കഴിവുള്ള ദൈവമാണ്. ദുഃഖിക്കുന്ന അവരുടെ ദുഃഖത്തിന് ആശ്വാസം കൊടുക്കാൻ കർത്താവ് സർവശക്തനാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇപ്പോൾ അഗ്നിബാധയാൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങളിലൊക്കെ എന്തോ ഒരു ദുഃഖം ഉണ്ടാവും. സാധാരണ ഒരു മരണമല്ല, അഗ്നിബാധയാലൊക്കെ അപ്രതീക്ഷിത മരണങ്ങളാണ്. അപ്രതീക്ഷിത മരണങ്ങൾ ഏറെ ദുഃഖകരമാണ്. വ്യത്യസ്ത പ്രായങ്ങളുള്ള ആളുകളായിരിക്കാം മരിച്ചത്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുപോലെ മണിപ്പൂരിന് വേണ്ടി നമ്മൾ ആദ്യം പ്രാർത്ഥിച്ചു. മണിപ്പൂർ എന്നത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ്, നമുക്കറിയാം. നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽപ്പെട്ടതാണ്. അമേരിക്കയിലും മറ്റുമുള്ള മിഷണറിമാര്, ബാപ്റ്റിസ്റ്റ് മിഷണറിമാര് വളരെ കഷ്ടപ്പെട്ട് ഇവിടുത്തെ സുഖസൗകര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് മണിപ്പൂരിലെത്തി. അവര് വഴിയില്ലായിരുന്നു. അപ്പൊ കാട്ടുവള്ളിയിൽ തൂങ്ങിയൊക്കെയാണ് അവര് ഈ കാടിനെ അതിജീവിച്ച് ഈ ഗോത്രങ്ങളെയൊക്കെ സന്ധിച്ചത്. അങ്ങനെയാണ് അവിടെ ദൈവപ്രവൃത്തി ഉണ്ടായി. അതുപോലെ കത്തോലിക്ക സഭയിലെ സൊസൈറ്റി ഓഫ് ജീസസുകാര്, SJ എന്ന് പറയുന്ന സന്യസ്ത വിഭാഗം, അവരൊക്കെ ഒത്തിരി വർക്ക് ചെയ്താണ് അവിടെ ഒരു ക്രിസ്തീയ പേരെങ്കിലും ഉണ്ടായത്. സഹോദരങ്ങളെ, മണിപ്പൂരിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ബൈബിൾ കോളേജിൽ പഠിച്ച മണിപ്പൂരികളുണ്ടായിരുന്നു, മെയ്ത്തികളും കുക്കികളും ഉണ്ടായിരുന്നു. ഇവർ തമ്മിൽ പോലും അവിടെ ശണ്ട കൂടുമായിരുന്നു. അത് എന്ത് പറഞ്ഞാന്നും നമുക്കറിയത്തില്ല. അവരുടെ ഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞ് ഇവർ തമ്മിൽ വഴക്കൂടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ കലഹങ്ങൾ പണ്ട് മുതലേ ഉള്ളതാണെന്നുള്ളത് വസ്തുതാപരമായ സത്യമാണെങ്കിലും അതിനകത്തൊക്കെ ഹിഡൻ അജണ്ടകൾ, രഹസ്യ അജണ്ടകൾ ഉണ്ടെന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. കാശ്മീരിൽ അവിടെ സമാധാനം വിരിയിക്കാനും ഗവൺമെന്റ് ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അവിടെ സമാധാനം വിരിയിച്ചെങ്കിൽ എന്തുകൊണ്ട് കർക്കശ നടപടികളിലൂടെ കാശ്മീരിൽ സമാധാനം ഉണ്ടാക്കാൻ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഇതൊരു ഉത്തരം കിട്ടിയിട്ടില്ല.
അവിടെ നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെയുള്ള ദുഃഖിതരായ, മുറിവേറ്റവരായ, മാനം പോയവരായ, തകർക്കപ്പെട്ടവരായ എല്ലാവർക്കും വേണ്ടി നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം സഹോദരങ്ങളെ. അവരെന്തിന്റെ പേരിലാണെങ്കിലും, മനുഷ്യരാണ് കൊല്ലപ്പെടുന്നത്, ചോരപ്പുഴയാണ് ഒഴുകുന്നത്. അതുകൊണ്ട് നമുക്ക് അതിനൊക്കെ ശമനം വരാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയാൽ പല കാര്യങ്ങൾ ഇത് നമ്മുടെ പ്രതിപാദ്യ വിഷയമായിട്ട് നമ്മൾ പറയേണ്ടതായിട്ട് വരും. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ടൊരു വേദവചനം എടുക്കുന്നത്. ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പറയണമെന്ന് അതിന്റെ സംഘാടകര് പാസ്റ്റർ സാക്ക എന്നോട് പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഈ വിഷയം എടുക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക. 4-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങളാണ്. ആരെങ്കിലും വായിക്കുന്നുണ്ടോ? അതോ ഞാൻ തന്നെ വായിക്കണമെങ്കിൽ വായിക്കാം. അങ്ങനെ കയീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏദന് കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്തു. കയീൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു, അവൾ ഗർഭം ധരിച്ചു, ഹാനോക്കിനെ പ്രസവിച്ചു. അവൻ ഒരു പട്ടണം പണിതു, ഹാനോക്ക് എന്ന് തന്റെ മകന്റെ പേരിട്ടു. ഹാനോക്കിനെ ഇവിടെ നമ്മൾ കാണുന്നത് ദൈവത്തിൽ നകന്നുപോയ ഈ കയീന് കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്തു. നോദ് ദേശത്ത് കയീനൊരു മകൻ ജനിച്ചു. ആ മകന്റെ പേര് നമ്മൾ ശ്രദ്ധിക്കണം, ഹാനോക്ക് എന്നായിരുന്നു അവന്റെ പേര്. ഈ കയീന് ചെറിയ പുള്ളിയൊന്നും അല്ലായിരുന്നു, ഭയങ്കരനായിരുന്നു. അതുകൊണ്ട് പുള്ളി എന്ത് ചെയ്യുന്നറിയാവോ? ഒരു പട്ടണം, ഒരു സിറ്റി തന്നെ അങ്ങ് ഉണ്ടാക്കി പുള്ളി. ഒരു സിറ്റിയിൽ ഒരു വെയിറ്റ് ഷർട്ട് പോലും നമ്മളാരും ഉണ്ടാക്കിയിട്ടില്ല. ഭൂരിപക്ഷം പേരും സിറ്റിയിലെ ഒരു വെയിറ്റ് ഷർട്ട് പോലും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന ആളുടെ മെമ്മോറിയൽ എന്നും പറഞ്ഞ വെയിറ്റ് ഷർട്ട് പോലും. ഈ പുള്ളി അന്ധകാലത്ത്, നമ്മൾ പറയുമല്ലോ, അന്ധകാലത്ത് പുള്ളി ചെയ്ത പരിപാടിയാണ് ഒരു വലിയ പട്ടണം അങ്ങ് ഉണ്ടാക്കി പുള്ളി. എന്നിട്ട് അതിനൊരു പേരൂടെ കിട്ടു, വാഷിങ്ടൺ. ജോർജ് വാഷിങ്ടന്റെ പേരിനെ അനുസ്മരിപ്പിക്കുന്ന വാഷിങ്ടൺ എന്ന പേര് ഇന്ത്യയിലുണ്ട്. ഔറംഗസീബിന്റെ അമേരിക്കയിലുണ്ട്. ഔറംഗസീബിന്റെ പേരിനെ അനുസ്മരിക്കുന്ന ഔറംഗാബാദ് എന്ന് പറഞ്ഞ സ്ഥലം ഇന്ത്യയിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, മനുഷ്യരുടെ പേരുകൾ, രാജാക്കന്മാരുടെ പേരുകൾ, ഭരണകർത്താക്കന്മാരുടെ വലിയ പുള്ളികളുടെ പേരുകളൊക്കെ പട്ടണങ്ങൾക്കിടും. നമുക്കതറിയാമല്ലോ. അമേരിക്കയിലെ JFK, ജോൺ എഫ് കെന്നഡി എയർപോർട്ടിന്റെ പേര് ജോൺ എഫ് കെന്നഡി എന്നിട്ടു. ഇന്ദിരാഗാന്ധി എയർപോർട്ട് എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ ഒരു എയർപോർട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്നാന്ന് ചോദിച്ചാൽ, വ്യക്തികളുടെ പേരിലൊക്കെ ഓരോന്ന് ചെയ്യണമെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല. ഈ നമ്മുടെ കയീൻ ചെയ്തത് ഒരു സിറ്റി തന്നെ അങ്ങ് ഉണ്ടാക്കി കളഞ്ഞു. അപ്പോൾ ഭയങ്കരനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം, ഭയങ്കര മിടുക്കനാണ്. എന്നിട്ട് ആ മകന്റെ പേരിൽ ഒരു പട്ടണം അങ്ങ് വിടുന്നിട്ട് ആ മകന്റെ പേരങ്ങോട്ട് ഇട്ട് കൊടുത്തു. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, ഇയാൾ മോശമാണോ? ഭയങ്കര പുള്ളിയല്ലേ പുള്ളി. എന്നിട്ട് പിന്നെ താഴേക്ക് വരുന്ന അതിലും രസകരമായ സംഭവമാണ്. മെതുശയേൽ എന്ന് പറഞ്ഞൊരു അയാളുടെ സന്താന പരമ്പരയിൽ ഒരാൾ ജനിച്ചു. പുള്ളിക്കാരൻ ലാമക്ക് എന്ന് പറഞ്ഞൊരു പുള്ളി മകനായിട്ട് ജനിച്ചു. ലാമക്ക്. ഈ ലാമക്ക് ആരാണെന്നറിയാവോ? 2 ഭാര്യമാരുണ്ടെന്ന് പുള്ളിക്ക്. അതായിരുന്നു സില്ല എന്നും പേര്. അദ്ദേഹത്തിന് 3 മക്കൾ, ഈ 2 ഭാര്യമാര് ജനിച്ചു. 4 മക്കള്. ആ 4 മക്കൾ ജനിച്ച യാബാൽ എന്ന് പറഞ്ഞൊരു പുള്ളി ഉണ്ടായിരുന്നു. യാബാല് കൂടാരവാസികൾക്കും പശുപാലകർക്കും, താഴോട്ട് വായിച്ചാൽ അറിയാം, കൂടാരവാസികൾക്കും പശുപാലകർക്കും പിതാവായി തീർന്നു. അവന്റെ സഹോദരന് യൂബാൽ എന്ന് വരും. വീണവും കിന്നരവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി തീർന്നു. തൂബൽ കയീന്റെ പെങ്ങൾ പിന്നെ സില്ല തൂബൽ കയീനെ പ്രസവിച്ചു. അവൻ ചെമ്പും ഇരുമ്പും കൊണ്ടുള്ള ആയുധങ്ങൾ തീർക്കുന്നവനായി തീർന്നു. നിങ്ങൾ കേൾക്കുന്നവർക്കൊരു വിരസത തോന്നുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഇതൊരു ചരിത്ര ഭാഗമാണ്. ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഈ ചരിത്രം പ്രതിപാദിക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് ദയവായി നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു ചരിത്രങ്ങൾ എപ്പോഴും നമ്മൾ ഈ ഫോണിൽ കൂടെയോ അല്ലെങ്കിൽ ഈ സൂമിലോ ഒക്കെ പറയുമ്പോൾ ആളുകൾക്ക് വിരസത തോന്നാം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, ഇവിടെ പറയുന്ന, നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവിടെ കണ്ടല്ലോ നമ്മൾ ആ കയീന്റെ മകന്റെ പേരിലൊരു പട്ടണം, വലിയ സിറ്റി ഒരെണ്ണം പണിതു. അവന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ലാമക്ക് എന്ന് പറഞ്ഞ പുള്ളി അതിലും ഭയങ്കരൻ. പുള്ളി എന്തായെന്നറിയോ? പുള്ളിക്ക് ജനിച്ച മക്കള് കൂടാരവാസികൾക്കും പശുപാലകർക്കും പിതാവായി തീർന്നു. അവന്റെ സഹോദരൻ യൂബാലുണ്ടല്ലോ, അവൻ വേണുവും കിന്നരവും പ്രയോഗിക്കുന്നവർക്ക് പിതാവായി തീർന്നു. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമുക്കറിയാലോ, ഗണിതശാസ്ത്രത്തിലെ പല രഹസ്യങ്ങളും കണ്ടുപിടിച്ച ആളുകളുണ്ട്. അവരതിന്റെ ഉപജ്ഞാതാക്കളാ, കണ്ടുപിടുത്തക്കാരാ.
ആൽബർട്ട് ഐൻസ്റ്റീൻ കണ്ടുപിടിച്ച ഗുരുത്വാകർഷണം ലോകത്തിന് വഴിത്തിരിവായി. അപ്പൊ അതിന്റെ ഉപജ്ഞാതാവ് അദ്ദേഹമാണ്. അതുപോലെ പൈതഗോറസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഉണ്ടാക്കിയ ആള്, ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത ആള്, അയാൾക്ക് എന്തോ വാല്യൂ ഉണ്ടെന്നറിയാമോ? അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കിയേ, ഈ പുള്ളികളൊക്കെ ഇവരാരാരെന്നറിയാമോ? അതായത് പശുക്കളെ വളർത്തുന്ന വലിയ ഫാമിംഗ് ഇൻഡസ്ട്രി തുടങ്ങി. അതുപോലെ തന്നെ രണ്ടാമത്തെ ആള് വേണുവും കിന്നരവും മ്യൂസിക് ഇൻഡസ്ട്രി ഭൂമിയിൽ ആദ്യമായിട്ടുണ്ടാക്കി അതിന്റെ പിതാവായി മാറിയവര്. തുബൽക്കൈൻ എന്താ ചെയ്യുന്നറിയോ? ചെമ്പും ഇരുമ്പും കൊണ്ടുള്ള ആയുധങ്ങൾ തീർക്കുന്ന ശക്തനായ മനുഷ്യനായിട്ട് തീർന്നു. അപ്പോൾ ചിന്തിച്ചു നോക്കിയേ, അവരൊക്കെ ഭയങ്കര പുള്ളികളായിരുന്നു. നമ്മൾ ചിന്തിക്കണം, കയ്യിന്റെ മകൻ ഹാനോക്കിന്റെ പേര് പട്ടണം, ലാമക്കിന്റെ മക്കള്, അവരൊക്കെ ഭയങ്കര പുള്ളികള്. അതിന്റെ ഇടയ്ക്ക് ആരാണ്ട് വന്ന് ഈ ലാമക്കിനിട്ട് എന്തോ ചെയ്തു, മുറിവേൽപ്പിച്ചു. അപ്പം ലാമക്ക് പറഞ്ഞു, എന്നെ തൊട്ടാൽ അവനെ ഞാൻ തട്ടും എന്ന് പറഞ്ഞ എന്റെ മുറിവിന് പകരം ഞാനൊരു പുരുഷനെയും, അടുത്ത വാക്യം 23 വാക്യത്തിന്റെ 2ാം ഭാഗമാണ്, എന്റെ മുറിവിന് പകരം ഞാനൊരു പുരുഷനെയും എന്റെ പരിക്കിന് പകരം ഒരു യുവാവിനെയും ഞാൻ കൊല്ലും. കൈയിന് വേണ്ടി 7 ഇരട്ടി ആണെങ്കിലുണ്ടല്ലോ, എന്റെ അങ്ങനൊന്നുമല്ല, 77 ഇരട്ടി ഞാൻ പപ്പടം പോലെ പറപ്പിക്കൂ എന്ന് പറഞ്ഞവൻ. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കിയേ, എത്ര ഭയങ്കരന്മാരായിരുന്നു അവര്. എനിക്കൊരു മുറിവേ ഉള്ളൂ, പക്ഷെ അവനെ ഞാൻ തട്ടൂന്നാ പുള്ളി പറഞ്ഞേ. പിന്നെ യുവാവിനെ തട്ടുന്ന ചിലപ്പോൾ ആ പുള്ളിയുടെ മകനെ ആയിരിക്കും. ഇയാളെ മുറിവേൽപ്പിച്ചേ ഉള്ളൂ, അപ്പോഴേക്കും കൊന്ന് കശാപ്പ് ചെയ്യുന്ന ഈ പുള്ളി പറയുന്നത്. കയ്യിന് വേണ്ടി 7 ഇരട്ടി ആണെങ്കിൽ അതുപോലെ ലാഭത്തിന് വേണ്ടി 77 ഇരട്ടി ഞാൻ വിട്ടുകൊടുക്കുന്ന പരിപാടിയില്ലെന്നാണ് ആ പുള്ളി പറയുന്നത്. എന്താ സംഭവം എന്നറിയാമോ? ഇവർക്കൊന്നും ദൈവമായിട്ട് ഒരു ബന്ധവുമില്ലായിരുന്നു. സഹോദരങ്ങളെ, ലോകത്തിലവര് മിട്ടുമിട്ടുക്കന്മാരും കിടുകിട വിറപ്പിക്കുന്നവരുമാണ്. പക്ഷെ കർത്താവുമായിട്ട്, യഹോവയുമായിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്നു. പട്ടണം പണിതു, ഇൻഡസ്ട്രികൾ തുടങ്ങി, ഭയങ്കര പരിപാടികൾ, എല്ലാത്തിനും പ്രതികാരം, കൊലപാതകം, എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു സമൂഹമായിട്ട് വളർന്നു. നിങ്ങൾക്ക് സാമ്യം തോന്നുന്നുണ്ടോ? ഇന്നത്തെ ജനതയുടെ പോക്ക് നോക്കുമ്പോൾ ഇതുമായിട്ട് വല്ല സാമ്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ലോകത്തിൽ പ്രഗത്ഭർ, വലിയ വലിയ ആളുകൾ, വലിയ വലിയ സംഭവങ്ങൾ, പ്രതികാരങ്ങൾ, കൊലപാതകങ്ങൾ, വംശീയ അതിക്രമങ്ങൾ, ഇവയെല്ലാം നടക്കുന്നു. ദൈവമായിട്ട് അവർക്ക് ഒരു ബന്ധവുമില്ല. നമ്മൾ ചിന്തിക്കണം. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചേ, 4-ാം അധ്യായത്തിന്റെ 29 വാക്യം, ആദാം പിന്നെയും തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു, അവളൊരു മകനെ പ്രസവിച്ചു. കയീൻ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് അവന് ശേത്ത് എന്ന് പേരിട്ടു. ശേത്തിന് ഒരു മകൻ ജനിച്ചു. നിങ്ങൾ വായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാമത്. ശേത്തിന് ഒരു മകൻ ജനിച്ചു, അവന് ഏരോശ് എന്ന് പേരിട്ടു. അക്കാലത്ത് യഹോവയുടെ നാമത്തിൽ ഉള്ള ആരാധന തുടങ്ങി. നമ്മൾ ചിന്തിച്ചെന്ന് നോക്കിയേ, കയീന്റെ വംശാവലിയില് ലോകത്തെ വിറപ്പിക്കുന്ന പുള്ളികളൊക്കെ ഉണ്ടായി. പക്ഷെ ദൈവനാമത്തിലുള്ള ആരാധനയോ പ്രാർത്ഥനയോ ദൈവമായിട്ടൊരു ബന്ധമോ ഒന്നുമില്ലായിരുന്നു പ്രിയപ്പെട്ടവരെ. നമ്മൾ ചിന്തിച്ചു നോക്കണം. അത് രണ്ടാമത്തെ ആദാമിന് പിന്നെ ഒരു മകൻ ജനിച്ചു, ശേത്തിനൊരു മകൻ ജനിച്ചു, അവന്റെ പേര് ഏനോശ് എന്നായിരുന്നു. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, ആ ഏനോശിന്റെ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങിയെന്ന്. എന്ന് വെച്ചാൽ ദൈവവുമായിട്ട് ബന്ധമുള്ള ആദാമിന്റെ മകൻ, ശേത്തിന്റെ മകൻ ഏനോശിന്റെ കാലത്ത് ആരാധന സ്റ്റാർട്ട് ചെയ്തെന്ന്, ദൈവമായിട്ട് ബന്ധമുണ്ടെന്ന്. മറ്റവരും മിടുമിടുക്കന്മാരും വലിയ വലിയ പുള്ളികളുമായിരുന്നു, പക്ഷെ ദൈവമായിട്ട് ഒരു ബന്ധവുമില്ലായിരുന്നു. ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാമോ? നമ്മളെല്ലാവരും ദൈവത്തോട് നെഞ്ചുപൊട്ടി പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ദിവസങ്ങളിൽ. കർത്താവേ, ഞങ്ങളുടെ മക്കള് ഭൂമിയിൽ വിദ്യാഭ്യാസം ചെയ്യുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, ഒരുപാട് ഉയർച്ചകളിലേക്ക് പോകുന്നു. നല്ല കാര്യം തന്നെ, അതിനെ ഒരിക്കലും നമ്മൾ തടയരുത്, നിഷേധിക്കരുത്. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട വസ്തുതയുണ്ട്. കർത്താവേ, എൻ്റെ മക്കൾ ദൈവമുള്ളവരായിട്ട് കർത്താവിനോടുകൂടെയുള്ള ഏത് ഉയർച്ചകളിലേക്കും ദൈവം അവരെ നയിക്കണമേ എന്നായിരിക്കും നമ്മുടെ പ്രാർത്ഥന. ഒരു കാര്യോടെ, കർത്താവില്ലാത്ത ഉയർച്ചകളൊന്നും എനിക്കോ എൻ്റെ സന്താന പരമ്പരകൾക്കോ വേണ്ട. കർത്താവേ, ദൈവത്തെ ഭയപ്പെടുന്നവരുടെ തലമുറയായിട്ട് ഞാനും എൻ്റെ തലമുറകളും നിൽക്കാൻ ദൈവം കൃപ ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ദിവസങ്ങളിൽ ആവശ്യമായിട്ടുള്ളത്. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ലോകമെമ്പാട് കണ്ടു കഴിഞ്ഞു,
ഒരുപാട് ആളുകൾ കർത്താവിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നു. ആത്മീകമായ കാഴ്ചപ്പാടുകൾക്കപ്പുറം ലോകത്തിലേക്ക് മാറി മാറിപ്പോകുന്നു. ഉയരത്തിലെ ചിന്തകൾ കൊണ്ട് ഹൃദയം നിറയ്ക്കേണ്ടവർ ലോകത്തെക്കുറിച്ചുള്ള കാണുന്നതോ താൽക്കാലികം, കാണാത്തതോ നിത്യം എന്ന് പറയുന്ന വേദപുസ്തക വചനങ്ങളൊക്കെ കാറ്റിൽ പറപ്പിച്ചുകൊണ്ട് ലോകത്തിനു വേണ്ടി സഞ്ചരിക്കുന്ന സഞ്ചാരപഥങ്ങൾ നമ്മൾ കണ്ടുവരുമ്പോൾ നാം ഓർക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. കർത്താവേ, ഞാൻ നെഞ്ചുപൊട്ടി പ്രാർത്ഥിക്കുന്നു, ഞാനും എൻ്റെ തലമുറയും ഇതാ സിയോൻ പർവ്വതത്തിൽ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും എന്ന് പറയത്തക്കവണ്ണം കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് തലമുറയോ ഈ ദൈവം എൻ്റെ സങ്കേതമാണെന്ന് പറയത്തക്ക വിധത്തിലുള്ള ഒരു ഉയർച്ചയെ എനിക്ക് വേണ്ടൂ കർത്താവേ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാണോ? നമ്മൾ ചിന്തിച്ചു നോക്കണം. ഒന്നാമത്തെ തലമുറ നമ്മൾ A-B എന്ന് കോളം തിരിച്ചെഴുതിയാൽ നമുക്കവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. തലമുറയില് ചിന്തിച്ചു നോക്കിയേ, കയീൻ, ഹനോക്ക്, ലാമക്കിന്റെ മക്കൾ, അവരുടെ ജീവിത രീതികൾ, അത് അവിടെ അവസാനിക്കുകയാണ്. B എന്ന് പറഞ്ഞാൽ ആദാം, ശേത്തിന്റെ മകൻ ഏനോശ്, അങ്ങനെ B പട്ടിക തുടരുക. അപ്പൊ ഏനോശിന്റെ കാലത്ത് ദൈവത്തോടുള്ള ആരാധന തുടങ്ങി. ഇനിയാണ് ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യമുള്ളത്. അതിന്റെ 18 വാക്യം, യാരദിന് 5:18 ആ യാരദിന് 162 വയസ്സായപ്പോൾ അവൻ ഹാനോക്കിനെ ജനിപ്പിച്ചു. നോക്കിക്കേ, അതേ പേരുകാരൻ ഇപ്പുറത്തുമുണ്ട്. അപ്പുറത്തുള്ള ഹാനോക്ക് എന്ന് പറഞ്ഞ അതേ പേരുകാരൻ ഇപ്പുറത്തുമുണ്ട്. അപ്പുറത്തെ പുള്ളി ആരായിരുന്നു? ഭയങ്കര പുള്ളി. അവന്റെ പേരിലല്ലേ പട്ടണം ഉള്ളത്. നിങ്ങൾക്കറിയോ അവൻ ആരാന്നറിയോ എന്നൊക്കെ ജനക്കൂട്ടം ചോദിച്ചത്. അത്ര മിടുമിടുക്കനല്ലേ. അവന്റെ പേര് സിറ്റിയല്ലേ, ഹാനോക്ക് സിറ്റി ഒന്ന് കാണേണ്ടത് തന്നെയാ. ന്യൂയോർക്ക് കാണണ്ട എന്ന് പറയുന്ന പോലെ കാണേണ്ട സിറ്റിയല്ലേ എന്നൊക്കെ പറഞ്ഞ ആളുകള് ഹാനോക്കിന്റെ സിറ്റിയെ കുറിച്ച്. പക്ഷെ എന്റെ പ്രിയപ്പെട്ടവരെ, പ്രപഞ്ച സൃഷ്ടാവായ യാഹ്വേയായ എൽഷദായിയായ ഏലോഹിയുമായ സർവശക്തനായ ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ രണ്ടാമതൊരു ഹാനോക്ക് ഉണ്ടായി. യാരദിന്റെ മകൻ ഹാനോക്ക്. മറ്റേതാരായിരുന്നു? കയീന്റെ മകൻ ഹാനോക്ക്. ഇത് യാരദിന്റെ മകൻ ഹാനോക്ക് യഹോവയുടെ നാമത്തിൽ ഏനോശിന്റെ സന്താന പരമ്പരയിൽ ആരാധന തുടങ്ങിയവന്റെ സന്താന പരമ്പരയിൽ ഒരു ഹാനോക്ക് ജനിച്ചു. ആ ഹാനോക്കിന്റെ കാര്യം എന്നാണെന്നറിയോ? അവൻ പട്ടണം പണിയാനും അതിനും ഇതിനും ലോകത്തിനു വേണ്ടി ഓടാനല്ല അവൻ നോക്കിയത്. അവൻ നോക്കിയത് എന്തിനാണെന്നറിയാമോ? അവൻ 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്നു. പ്രൈസ് ദി ലോർഡ്. ഇതൊരു ഒരു ആളുകൾക്ക് ഒരുമിച്ച് കൂടുന്ന മീറ്റിംഗ് ആയിരുന്നെങ്കിൽ നമുക്ക് ഉറക്ക ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താനും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാനുള്ള വകയുണ്ടായിരുന്നു. നമ്മൾ നോക്കിയേ, ആദ്യത്തെ ഹനോക്ക് ദൈവവുമായിട്ട് ബന്ധമില്ല. അവന്റെ പേര് പട്ടണങ്ങൾ, അവന്റെ സന്താന പരമ്പരകൾ, പ്രഗത്ഭർ, ലോകത്തെ കിടുകിട വിറപ്പിക്കുന്നവർ, പകരത്തിന് പകരം ചോദിക്കുന്നവർ, ആരടാന്ന് ചോദിച്ചാൽ എന്താടാന്ന് ചോദിക്കുന്നവർ. പക്ഷെ കർത്താവുമായി ഒരു ബന്ധമില്ലായിരുന്നു. ഈ രണ്ടാമത്തെ പാവപ്പെട്ട മനുഷ്യൻ ശേത്തിന്റെ മകൻ ഏനോശിന്റെ സന്താന പരമ്പരയിലുള്ള യാരദിന്റെ മകൻ ഹാനോക്ക്. ആ ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടുകൂടെ. പേരൊന്ന്, പക്ഷെ രണ്ടുപേരുടെയും ജീവിത രീതികൾ, ദൈവവുമായിട്ടുള്ള ബന്ധം, ഇവയെല്ലാം 100% വ്യത്യസ്തമായിരുന്നു. ഇനിയാണ് അടുത്ത പോയിന്റ് വരുന്നത്. മെഥുശലേഖൻ എന്ന് പറഞ്ഞ ആള് ജനിച്ചു. മെഥുശലേഖിന് 182 വയസ്സായിരുന്നു. അദ്ദേഹം മെഥുശലേഖിന് 187 വയസ്സായപ്പോൾ അവൻ ലാമക്കിനെ ജനിപ്പിച്ചു. നോക്കിക്കേ, ഇവിടെ ഉണ്ട് ലാമക്ക്. അപ്പുറത്തുള്ള പുള്ളിയുടെ കാര്യം പറഞ്ഞു നമ്മള്. രണ്ടാമതൊരു ലാമക്കുണ്ട്. ആ ലാമക്കാരെന്ന് പറയും മെഥുശലേഖിന്റെ മകനായിരുന്നു. ആ ലാമക്ക് മുന്നോട്ട് പോവുക. ആ ലാമക്കിന് 162 വയസ്സായപ്പോൾ അവനൊരു മകനെ ജനിപ്പിച്ചു. യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തികളിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞവന് നോഹാന്ന് പേരിട്ടു. എത്ര അത്ഭുതകരവും സന്തോഷകരമായ വാക്കാ ദൈവമക്കളെ നമ്മൾ വായിക്കും. നമ്മുടെ മനസ്സിലുണ്ടല്ലോ ഒരു സന്തോഷത്തിന്റെ തിരുനാളം കത്തണം. എന്താ കാരണം എന്നറിയാമോ? ദൈവത്തെ അറിഞ്ഞവന്റെ തലമുറ, കർത്താവിന്റെ നാമത്തിൽ ആരാധന തുടങ്ങിയവന്റെ തലമുറ, കർത്താവിന്റെ നാമത്തിൽ ആരാധന തുടങ്ങിയവന്റെ തലമുറ. അവന്റെ തലമുറയിൽപ്പെട്ട ഒരാൾ ദൈവത്തോട് കൂടെ നടന്നു. ഒരു ദിവസം കർത്താവ് നടക്കാൻ വന്നപ്പോൾ ഹനോക്കെ വാന്ന് പറഞ്ഞു. അങ്ങനെ നടക്കാൻ പോയി. പിന്നെ ഹനോക്ക് തിരിച്ചു വന്നിട്ടില്ല. കർത്താവിന്
അവനോട് കൂടെ അങ്ങ് പോയി. അതുപോലെ ദിവ്യമായ അനുഭവം, വ്യത്യസ്തമായ അനുഭവം. അദ്ദേഹം ഹനോക്കൊരു പ്രവാചകനായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവചനം യൂദായുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നാം ചിന്തിച്ചു നോക്കുക, ആദാം മുതൽ 7-ാം തലമുറക്കാരനായ ഹാനോക്ക് പ്രവചിച്ച പ്രവചനം, ദുഷ്പ്രവൃത്തിക്ക് ന്യായം വിധിക്കുമെന്നുള്ള പ്രവചനം, അങ്ങനെയുള്ള പ്രവാചക ലിഖിതങ്ങൾ എഴുതപ്പെടത്തക്ക വിധത്തിലുള്ള അനുഗ്രഹീതനായ ഒരു വ്യക്തിയെ കർത്താവിന്റെ നാമത്തിൽ ഏനോശിന്റെ സന്താന പരമ്പരയിലുണ്ടായി. ആ തലമുറയിൽ ഒരു ലാമക്കുണ്ടായിരുന്നു, മെഥൂശലേഖിന്റെ മകൻ ലാമക്ക്. ആ ലാമക്ക് മറ്റേ ലാമക്കിനെ പോലെ പ്രഗത്ഭരായ മക്കൾ അദ്ദേഹത്തിന് ജനിച്ചു കഴിഞ്ഞപ്പോൾ ആ മക്കളും ഭയങ്കര ഇൻട്രസ്റ്റുകൾ ഉണ്ടാക്കിയില്ല, ഭയങ്കര സംഭവങ്ങൾ ഉണ്ടാക്കിയില്ല, ഭയങ്കരമായ പരിപാടികളുമായിട്ട് ലോകത്തിൽ കർമ്മ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോയില്ല. അവർ ചെയ്തത് ഒരു നോഹ എന്ന ഒരു മകന് ജന്മം കൊടുത്തു. നോഹ എന്ന മകൻ ചെയ്തതെന്നറിയാമോ? ഇവരെ പോലെ വലിയ വലിയ വൻകാര്യങ്ങൾ ചെയ്യുവല്ലായിരുന്നു ചെയ്തത്. പിന്നെയോ സർവശക്തനായ ദൈവത്തിന്റെ ദൂത് ഏറ്റെടുത്തിട്ട് മാനവരാശി മുഴുവൻ നേരിടുന്ന വലിയ വിപത്തിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ദൈവം പറഞ്ഞത് ചോദ്യം ചെയ്യാതെ വിശ്വസിച്ച് ഒരു പെട്ടകം പണിതു. എന്താണ് സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടത്? നോഹയ്ക്ക് മഴ പെയ്യൂന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എന്താ കാരണം എന്നറിയാമോ? അതുവരെ മഴ പെയ്തിട്ടില്ല. കാരണം ഭൂമിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ മുകളിൽ നിന്ന് പൊങ്ങി വന്നിട്ടാണ്, മഞ്ഞ് പൊങ്ങി ആ ഭൂമിയെ നനച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ വെള്ളം താഴേന്ന് വന്നിട്ടാണ് നനച്ചുകൊണ്ടിരുന്നത്, മഞ്ഞ് പൊങ്ങിയാണ് നനച്ചുകൊണ്ടിരുന്നത്. മഴ മോളിൽ നിന്ന് വീഴുന്ന മഴ കണ്ടിട്ടില്ല നോഹ. ആ നോഹയോടാ പറഞ്ഞ് 40 രാവും 40 പകലും മഴ പെയ്യുന്ന ഈ പെട്ടകം ഉണ്ടാക്കണമെന്ന്. മഴ എന്ന് പറഞ്ഞ് എന്താ കർത്താവ് എന്ന് നോഹ ചോദിച്ചില്ല. നോഹയോട് പറഞ്ഞത്, ദൈവം പറഞ്ഞത് ചോദ്യം ചെയ്യാതെ വിശ്വസിച്ചു. അനേക വർഷങ്ങളെടുത്തു പെട്ടകം പണിയാൻ വേണ്ടി. ഈ പെട്ടകം പണിത സമയത്ത് വേണേ ഈ പണി നടക്കത്തില്ല, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, ദൈവം എന്താ എന്ന് പറഞ്ഞ് ഇട്ടേച്ചു പോയില്ല നോഹ. കാരണം എന്താണെന്നറിയാമോ? അവന്റെ അപ്പനാരാന്നവനറിയാം, അവന്റെ തലമുറയിൽപ്പെട്ട ഹാനോക്കാരാന്നവനറിയാം. അതുപോലെ അവന്റെ വല്യപ്പച്ചൻ ഏനോശാരാന്നവനറിയാം, ശേത്താരാന്നറിയാം. എന്താ കാരണം എന്നറിയാമോ? അവരൊക്കെ ദൈവത്തെ അറിഞ്ഞ് ജീവിച്ചവരും ലോകത്തിൽ അവർ ജീവിച്ചപ്പം തന്നെ ദൈവവുമായിട്ട് ബന്ധമുള്ളവരുമായിരുന്നെന്നറിയാം. അതുകൊണ്ട് നോഹ ദൈവവിധി ചോദ്യം ചെയ്യാതെ പെട്ടകമുണ്ടാക്കി. എൻ്റെ ആഹ്വാനം ഇത്രയേ ഉള്ളൂ സഹോദരങ്ങളെ. നമ്മളോ നമ്മുടെ മക്കളോ ഉയരരുതെന്ന് ആരും പറയുന്നില്ല. ഭൗതിക അനുഗ്രഹങ്ങൾ ആവശ്യമാണ്, കാർ ആവശ്യമാണ്, വാഹനം ആവശ്യമാണ്, എല്ലാം നല്ലത് തന്നെ. പക്ഷെ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം കർത്താവുള്ളവരായിട്ട് നമ്മൾ എത്രമാത്രം ഉയരാമോ അത്ര ഉയർന്നോ ഒരു കുഴപ്പമില്ല. കർത്താവിന് ഹിതമല്ലാത്ത, കർത്താവില്ലാതെയുള്ള യാത്രകൾ, കർത്താവില്ലാതെയുള്ള പ്രയാണങ്ങൾ, ജീവിതയാത്രയിൽ ദൈവത്തിന് മുഖ്യസ്ഥാനം കൊടുക്കാതെയുള്ള നമ്മുടെ ഏത് ചുവടുവെപ്പുകളും വല്ലാത്തതായി മാറുമെന്നുള്ള ചരിത്രമാണ് ഈ ഉൽപ്പത്തി പുസ്തകം 4-5 അധ്യായങ്ങൾ കൊണ്ട് നാം പഠിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ, ഞാനും എൻ്റെ മക്കളും യഹോവയായ കർത്താവേ, അങ്ങന്റെ വായിൽ തന്നിരിക്കുന്ന വചനങ്ങൾ എൻ്റെ വായിൽ നിന്നും എൻ്റെ സന്തതിയുടെ വായിൽ നിന്നും അവരുടെ സന്തതിയുടെ വായിൽ നിന്നും ഒരു നാളും നീങ്ങിപ്പോകാതെ തലമുറയായി അങ്ങയുടെ വചനവുമായിട്ട് സഞ്ചരിക്കാൻ എനിക്ക് കൃപ ചെയ്യണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം സഹോദരങ്ങളെ. സമയം പെട്ടെന്ന് പോകുന്നതുകൊണ്ട് ഞാൻ 2-3 മിനിറ്റ് കൊണ്ട് വേറെ കാര്യം പറയാം. ശമൂവേൽ പ്രവാചകനെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയേ. അദ്ദേഹം ഏലി പുരോഹിതന്റെ കാലത്ത്, ഏലി പുരോഹിതന്റെ മക്കൾ വഴിതെറ്റി തലകുത്തി നടന്ന കാലത്ത് അദ്ദേഹം അവിടെ ചെല്ലുന്നത്. അത്ര വഷളന്മാരായിരുന്നു അവര്, അത്രയ്ക്കും വഷളന്മാരായ അവര്. ഏലി പുരോഹിതൻ ഈ മോനെ ചേർത്ത് കൂടാരത്തിൽ തൻ്റെ അടുത്ത് തന്നെ താമസിപ്പിച്ച് വളർത്തി, മലിനപ്പെടാൻ സമ്മതിക്കാതെ ഏൽപ്പിച്ചു പോയ മകനോടുള്ള ആ കൊച്ചനോടുള്ള ധർമ്മം നിറവേറ്റി അദ്ദേഹം. ആ കാര്യത്തിൽ എനിക്ക് ഏലി പുരോഹിതനോട് ബഹുമാനമുണ്ട്. മക്കളുടെ കൂടെ കളിക്കാൻ പറ്റിരുന്നെങ്കിൽ അവര് ഈ കൊച്ചനെ വഴിതെറ്റിക്കുമായിരുന്നു. ചേർത്ത് നിർത്തി അപ്പൻ. അങ്ങനെ ഏലി പുരോഹിതന്റെ മക്കൾ വഴിതെറ്റി നടക്കുന്ന കണ്ടാണ് ശമൂവേൽ വളർന്നത്. അങ്ങനെ ശമൂവേൽ വളർന്നു, ദൈവത്തിന്റെ വലിയ പ്രവാചകനായി. ശമൂവേലിനെ കുറിച്ച് വായിക്കുന്നത്, അവൻ ദൈവത്തിന്റെ പ്രവാചകൻ, ദൈവത്തിന്റെ മഹാപുരോഹിതൻ, ദൈവത്തിന്റെ ന്യായാധിപൻ. മഹാപുരോഹിതൻ, ന്യായാധിപൻ, പ്രവാചകൻ, ഈ 3 പോസ്റ്റ് ഒരുമിച്ച് വഹിച്ചു അദ്ദേഹം. അപ്പൊ എത്ര മെന്റൽ പ്രഷർ ഉണ്ടെന്ന് നോക്കിയത് നിങ്ങൾ. ചെറിയ ജോലിയിലൊക്കെ ഇത്തിരി സ്ട്രെസ് വരുമ്പം നമുക്കൊക്കെ അങ്ങനെ പ്രഷർ ഉണ്ടാകാറില്ലേ? അതേപോലെ ഈ 3 പോസ്റ്റ്, ഒരു രാജ്യത്തിന്റെ പ്രവാചകൻ, ഒരു രാജ്യത്തിന്റെ മഹാപുരോഹിതൻ,
ഒരു രാജ്യത്തിന്റെ മഹാന്യായാധിപതി, ചീഫ് ജസ്റ്റിസ്, ഗ്രേറ്റ് പ്രൊഫറ്റ്, ഹൈ പ്രീസ്റ്റ്, ഈ 3 പോസ്റ്റ് ഒരുമിച്ച് വഹിച്ച ഒരാളുടെ പ്രഷർ ഒന്ന് ചിന്തിച്ചു നോക്കിയത് നമ്മൾ. അദ്ദേഹം ചെയ്തത് ദാൻ മുതൽ ബേർഷേബ വരെയുള്ള മുഴുവൻ ജനത്തിന് ന്യായപാലനം, മുഴുവൻ ജനത്തിനും ദൈവവചന സന്ദേശം, മുഴുവൻ ജനത്തിനും യഹോവയുടെ അരുളപ്പാട്, മുഴുവൻ ജനത്തിനുമുള്ള പൗരോഹിത്യ ശുശ്രൂഷ, ഇത്രയും ചെയ്തു അദ്ദേഹം. അത്ര തിരക്കായിരുന്നു, ശ്വാസം വിടാൻ പോലും നേരം കിട്ടിയില്ല. ചരിത്രം മുന്നോട്ട് പോവുക. ശമൂവേലിന് മനസ്സിലായി തന്റെ ശുശ്രൂഷ തീരാൻ പോവുകയാണെന്ന്. അപ്പോൾ ശമൂവേൽ എല്ലാവരും വിളിച്ചു കൂട്ടിയപ്പോൾ ശമൂവേൽ പറഞ്ഞു, പിന്നെ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അദ്ദേഹം ഒരു വലിയ പബ്ലിക്കിനെ അഡ്രസ് ചെയ്യുക, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എൻ്റെ ജീവിതം സംശുദ്ധമായിരുന്നു, എൻ്റെ കൈകൾ പരിശുദ്ധമായിരുന്നു, എൻ്റെ കൈകൾ ശുദ്ധമായിരുന്നു. നിങ്ങളുടെ സമ്മാനം ഞാൻ മേടിച്ചിട്ടില്ല, നിങ്ങളുടെ ആടുമാടുകളെ ഞാൻ മേടിച്ചിട്ടില്ല, കണ്ണെന്നെ കുരുടാക്കിയിട്ടില്ല. കുരുടാക്കാതെ നിസ്തുല്യമായൊരു ജീവിതമാണ് ഞാൻ നയിച്ചത്. ജനക്കൂട്ടത്തോടൊക്കെ വിളിച്ചു ചോദിച്ചിട്ട് ശമൂവേലിനെ കുറിച്ച് അല്ല അപ്പച്ചൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് ഒറ്റ ഒരാൾ പോലും വിളിച്ചു പറഞ്ഞില്ല. അതിന്റെ അർത്ഥം അത്ര പെർഫെക്റ്റ് ലൈഫായിരുന്നു ശമൂവേലിൻ്റെത്. സഹോദരങ്ങളെ, അത്ര നിസ്തുല്യമായൊരു മറുപടി ജനക്കൂട്ടത്തെ നോക്കി വിളിച്ചു ചോദിച്ചത് ക്രിസ്തു മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആർക്ക് പാപത്തെക്കുറിച്ച് എന്നെ ബോധം വരുത്താൻ സാധിക്കുമെന്ന്. ജനക്കൂട്ടം നിശബ്ദരായിപ്പോയി. കോടതികൾ വിസ്തരിച്ചിട്ടും ക്രിസ്തുവിൽ ഒരു കുറ്റാരോപണവും നടത്താൻ കഴിഞ്ഞില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, അങ്ങനെ ചോദിച്ച ശമൂവേലിന്റെ മുമ്പിൽ ഒറ്റ മനുഷ്യൻ ഒരക്ഷരം വേണ്ടിയില്ല. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ശമൂവേൽ അപ്പച്ചൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അപ്പച്ച, ഞങ്ങൾക്കൊരു രാജാവിനെ വേണമെന്ന് പറഞ്ഞു. അപ്പച്ചൻ ചോദിച്ചു, രാജാവോ? യഹോവയല്ലേ നിങ്ങളുടെ രാജാവ് എന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞൊരു വാക്കുണ്ട്, അങ്ങയുടെ മക്കൾ അങ്ങയുടെ വഴിയെ നടക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്കൊരു രാജാവിനെ അത്യാവശ്യമാണ്. ഈ അപ്പച്ചന്റെ തല കുനിഞ്ഞു പോയി. അദ്ദേഹത്തിന് മനസ്സിലായി സംഭവിച്ചത് എന്നാന്ന്. തൻ്റെ മക്കൾ തൻ്റെ വഴിയെ നടക്കുന്നില്ല. ഏലി പുരോഹിതന്റെ മക്കൾ വഴിതെറ്റി നടക്കുന്ന കണ്ടു വളർന്ന അപ്പന്, ഈ ശമൂവേലിന് തൻ്റെ മക്കളെ നേരായ പാതയിൽ നടത്താൻ കഴിഞ്ഞില്ലല്ലോ. കുറ്റബോധം കൊണ്ട് തലതാന്ന അദ്ദേഹം രാജാവിനെ ഇസ്രായേലിന് വാഴിച്ചു കൊടുത്തു. ഇസ്രായേലിനെ തുടർന്നുള്ള ചരിത്രത്തിൽ നടന്ന എല്ലാ ദുരന്തങ്ങൾക്കും പ്രവാസത്തിനുമൊക്കെ ഒത്തിരി കാരണങ്ങളായി ഭവിച്ചത് ഈ രാജഭരണമായിരുന്നുവെന്ന് ചരിത്രം പറയുമ്പോൾ, ശമൂവേലിന്റെ മക്കൾ നേരായ പാതയിൽ നടന്നിരുന്നെങ്കിൽ ഇസ്രായേലിന്റെ ചരിത്രം തന്നെ മറ്റൊരു ഗതിയാകുമായിരുന്നുവെന്ന് നാം ചിന്തിക്കുന്നതിൽ ഒരു തെറ്റുമില്ല സഹോദരങ്ങളെ. ഓർക്കുക, ലോകം മുഴുവൻ നേടിയില്ലേലും വെട്ടിപ്പിടിച്ചില്ലേലും നമ്മുടെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്നുള്ളതിലാണ് നാം സന്തോഷിക്കേണ്ടത്. പുതിയ നിയമത്തിൽ നമ്മൾ ഒരാളെ കാണുന്നുണ്ട്. പൗലോസപ്പോസ്തലൻ യാത്ര ചെയ്യവേ ഒരാളെ കണ്ടു. അതാരാന്നറിയാമോ? ഫിലിപ്പോസ് എന്ന് പറഞ്ഞ മനുഷ്യൻ. അദ്ദേഹം കൈസറിയയിലായിരുന്നു. കൈസറിയയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാമോ? അതൊരു മിക്സർ കൾച്ചർ കമ്മ്യൂണിറ്റിയാണ്. എല്ലാ സംസ്കാരവും അവിടെയുണ്ട്. യഹൂദ സംസ്കാരം മാത്രമല്ല, എല്ലാം ഉള്ള സ്ഥലമാണ്. ആ സ്ഥലത്ത് ഒരു പാവ ശിഷ്യനുണ്ടായിരുന്നു. ഒത്തിരി പ്രഗത്ഭനല്ലായിരുന്നു, ഒരുപാട് പേരെ അറിയില്ലായിരുന്നു. ശമൂവേലിനെ പോലെ ഘനഗംഭീര പരിപാടികളൊന്നും അദ്ദേഹത്തിനില്ലായിരുന്നു. ഒരു പാവത്താനായിരുന്നു. അദ്ദേഹത്തിന് 4 പെൺമക്കളുണ്ടായിരുന്നു. ആ മിക്സർ കൾച്ചർ കമ്മ്യൂണിറ്റിയിൽ ആ അപ്പൻ ആ കുഞ്ഞുങ്ങളെ 4 പേരെയും വളർത്തി. 4 പെൺമക്കളെ നന്നായി വളർത്തി. അവർ നല്ല യൗവനയുക്തരായ ഇസ്രായേലിലെ നല്ല പെൺകുട്ടികളായിരുന്നു. യഹൂദരാണ്, നല്ല പെൺകുട്ടികളായിരുന്നു. അതുപോലെ നാം ചിന്തിച്ചു നോക്കണം. വഴിതെറ്റിപ്പോകാനുള്ള എല്ലാ സാധ്യതകളുമുള്ള ആ മിക്സർ കൾച്ചർ കമ്മ്യൂണിറ്റിയിൽ ആ അപ്പൻ ആ പെൺപിള്ളേരെ നന്നായി വളർത്തി. യേശുക്രിസ്തുവിനെ അറിഞ്ഞ ശേഷം അവര് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചു. പ്രവചനപരമുള്ളവരും കന്യകമാരുമായ 4 പുത്രിമാർ അവനുണ്ടായിരുന്നു. നോക്കിക്കേ, എഴുന്നേറ്റ് നിന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ തോന്നുന്നില്ലേ സഹോദരങ്ങളെ? എന്താ കാരണം? ഒരപ്പൻ പ്രഗത്ഭനല്ല, ഒത്തിരി പേർ അറിയുന്നില്ല, പക്ഷെ സ്വന്തം മക്കളെ ദൈവത്തിന്റെ കൃപയിൽ വളർത്തിയിട്ട് അവർ പ്രവചനപരമുള്ളവരായി വഴിതെറ്റിപ്പോകാതെ ആ മിക്സർ കമ്മ്യൂണിറ്റി കൾച്ചറിൽ അദ്ദേഹം വളർത്തിയെടുത്തെന്ന്, ദൂത് പറഞ്ഞെന്ന്, ആ പെൺകുട്ടികളെ അനുസരണത്തിൽ, വിശ്വസ്തതയിൽ, ദൈവകൃപയിൽ, പരിശുദ്ധാത്മാവിൽ വളർത്തിയെടുത്തെന്ന്. നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ പല ചരിത്രങ്ങൾ കണ്ടു. ലോകത്തിൽ പ്രഗത്ഭരാക്കി മാറ്റാൻ വേണ്ടി കഠിനപ്രയത്നം ചെയ്യുന്ന ഒരു സമൂഹം, അതിൻ്റെ ദുരന്ത ഫലങ്ങളും അനന്തര നടപടികളും നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷേ ദൈവത്തെ അറിഞ്ഞ ഒരു തലമുറയായിട്ട് ഫിലിപ്പോസിന്റെ തലമുറ നമ്മൾ കാണുമ്പോൾ അവർ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. എൻ്റെ സമയം
ഇവിടെ അവസാനിക്കുകയാണ്. സഹോദരങ്ങളെ, ഓർക്കുക, ദൈവത്തോട് നെഞ്ചുപൊട്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, എന്നെ അറിയണമേ, എൻ്റെ മക്കളെ അറിയണമേ. ഗിദെയോന്റെ അപ്പന്റെ തൊഴുത്തിൽ നിൽക്കുന്ന കാളയുണ്ടായിരുന്നു. ആ കാളയുടെ പ്രായം കർത്താവിന് അറിയായിരുന്നു. അവിടെ നമ്മൾ കണ്ടത് എന്നാണെന്നറിയാമോ? നിന്റെ അപ്പന്റെ കാളയുടെ, ഇളയ കാളയുടെ, 7 വയസ്സുള്ള കാളയുടെ എന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ നമ്മുടെ മക്കളെ ദൈവം അറിയുന്നുണ്ട്. നമ്മുടെ മക്കളുടെ പ്രായം കർത്താവ് അറിയുന്നുണ്ട്. കർത്താവിനോട് പറ, ചില പോരായ്മകൾ വന്നിട്ടുണ്ട് കർത്താവെ, ഞാൻ എന്ത് ചെയ്തു? അതുകൊണ്ട് കർത്താവെ, അവരെ അനേകരെ മടക്കി വരുത്തണമേ. കർത്താവിന്റെ ഹിതപ്രകാരം ഉയരട്ടെ അവരുടെ കരങ്ങളിൽ വിശുദ്ധ ഗ്രന്ഥം ഇരിക്കട്ടെ. എനിക്ക് ശേഷം വേദപുസ്തകം എടുക്കുവാൻ എൻ്റെ മക്കളെ കർത്താവ് കരങ്ങളിൽ എടുക്കണമേ. അവരുടെ ഹൃദയത്തിൽ അങ്ങ് കൊടുത്ത വചനങ്ങൾ ഞങ്ങളുടെ വായിൽ നിന്നും ഞങ്ങളുടെ സന്തതിയുടെ വായിൽ നിന്ന് ഒരു നാളും നീങ്ങിപ്പോകരുതേ എന്ന് പ്രാർത്ഥനയോടെ നമുക്ക് ദൈവകാര്യങ്ങളിലേക്ക് സമർപ്പിക്കാം. ആ പറഞ്ഞ ചിന്തകൾ ഒന്നുകൂടെ ക്രോഡീകരിച്ച ശേഷം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹാനോക്ക് എന്ന പട്ടണം പണിതു. വലിയ പ്രഗത്ഭരായ മക്കളുണ്ടായി. പക്ഷെ ദൈവവുമായിട്ട് ബന്ധമില്ലായിരുന്നു. അവരെല്ലാം ജലപ്രളയത്തിൽ, വെള്ളപ്രളയത്തിൽ നശിച്ചു പോയി. എന്നാൽ ദൈവത്തെ അറിഞ്ഞ ഹാനോക്ക്, ഏനോശിന്റെ ആരാധന, അത് കഴിഞ്ഞ് തലമുറ പിന്നീട് ഹാനോക്ക് ദൈവത്തോടുകൂടെ, പിന്നീട് ലാമക്ക് ജനിച്ചു. പഴയ ലാമക്കിന്റെ പേരുകാരൻ തന്നെ. പക്ഷെ അവൻ അനുഗ്രഹിക്കപ്പെട്ടൊരു മകനെ ലോകത്തിന് സമ്മാനിച്ചു. ജനിച്ച മകൻ ലോകത്തെ ആശ്വസിപ്പിച്ചു, പ്രവൃത്തികളിൽ നിന്ന് ആശ്വസിപ്പിച്ചു. പെട്ടകം പണിതു. പിന്നീടുള്ള ലോക ചരിത്രം നോഹയിലൂടെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അവിടെ പറഞ്ഞ മറ്റു മനുഷ്യരൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും പോയി കളഞ്ഞു. അവരെല്ലാം ജലപ്രളയത്തിൽ നശിച്ചു പോയി. ഈ നോഹയുടെ മക്കളും മാത്രമായി 8 പേർ രക്ഷപ്പെട്ടെങ്കിൽ ചരിത്രം ദൈവത്തെ അറിയുന്നവന്റെ തലമുറകളിലൂടെ തുടരുന്നുവെന്ന ലോക ചരിത്രത്തിന്റെ സമാനതകളില്ലാത്ത ഉദാഹരണങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, നാം ചിന്തിച്ചു നോക്കിയേ. രണ്ടാമത്തേത്, ഏലി പുരോഹിതന്റെ മക്കളുടെ അന്യായങ്ങൾ കണ്ടു വളർന്ന ഈ ശമൂവേൽ എന്ന മനുഷ്യന് തനിക്ക് മക്കൾ ജനിച്ചപ്പോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തല കുനിഞ്ഞു പോയെങ്കിൽ, സഹോദരങ്ങളെ, അപ്പുറത്തൊരാളെ കാണുന്നു. സ്വന്തം മക്കൾ, പെൺമക്കളെ അനുസരണത്തിൽ മിക്സഡ് കൾച്ചർ കമ്മ്യൂണിറ്റി നന്നായി വളർത്തിയിട്ട് തലയുയർത്തി പിടിച്ചു നിൽക്കുന്ന ഒരു പാവപ്പെട്ട അപ്പൻ, പീലിപ്പോസ് എന്ന ശിഷ്യൻ. നാം ചിന്തിക്കുക, കർത്താവെ, എനിക്ക് പോരായ്മകൾ വന്നിട്ടുണ്ട്, ഞാൻ സമർപ്പിക്കുന്ന കർത്താവെ, ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ സഹോദരങ്ങളെ? എനിക്ക് പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സമർപ്പിക്കുന്ന കർത്താവെ, എൻ്റെ മക്കളെ, എൻ്റെ കുടുംബത്തെ ഞാൻ ദൈവമുള്ളവനായിട്ട് ഉയർന്നോട്ടെ. ഞങ്ങളൊക്കെ ദൈവമുള്ളവരായിട്ട് ഉയർന്നോട്ടെ. കർത്താവില്ലാത്ത ഉയർച്ചകളൊന്നും ഞങ്ങൾക്ക് വേണ്ട. യഹോവയെ അന്വേഷിക്കുന്നവന്റെ തലമുറ ഇങ്ങനെയാകുമെന്ന് പറയത്തക്ക വിധത്തിലുള്ള മാതൃകാപരമായ ഒരു ജീവിതം നയിക്കാൻ സർവേശ്വരനായ ദൈവം ഈ പ്രയർ ലൈനിൽ ഈ വചനം ശ്രദ്ധിച്ച എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ ദൈവവചന സന്ദേശം കൂടി അവസാനിപ്പിക്കുന്നു. നിങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. Praise the Lord. Hallelujah.